ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മക്കളെ 10 മാസം അമ്മ വയറ്റി ചുമക്കുമ്പോ ജീവിതകാലം മുഴുവൻ അച്ഛൻ മനസ്സിലാ അവരെ ചുമക്കുന്നത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ആർത്തി പിടിച്ചും പിശുക്ക് കാണിച്ചും ഞാൻ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയത് മുഴുവനും പലരെയും വേദനിപ്പിച്ചിട്ടായിരുന്നു. ക്ഷമ പറഞ്ഞ തീരില്ല എന്ന് എനിക്കറിയാം. അറിഞ്ഞോ അറിയാതെയോ ആരുടെയെങ്കിലും മനസ്സ് നോവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, മാപ്പ് തരണം. എല്ലാം പുറത്ത് ഈ പാപിയോട് ക്ഷമിക്കണം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സുമിത്രേ, വാ. നീ ഇനി എങ്ങോട്ടാ? ഏതെങ്കിലും ചെറിയൊരു വീട് വാടകയ്ക്ക് എടുക്കണം. ഇനിയുള്ള കാലമെങ്കിലും മാന്യമായി നല്ല മനസ്സോടെ ഈശ്വര ചിന്തയോടെ ജീവിക്കണം. ഇല്ലമ്മേ, ഇപ്പോഴും അച്ഛൻ എന്നോട് ക്ഷമിച്ചിട്ടില്ല. ഞാൻ ആ മനസ്സിലുണ്ടാക്കി വെച്ച വേദനകൾ അത്ര പെട്ടെന്ന് മറക്കാനും പൊറുക്കാനും കഴിയില്ല എന്നെനിക്കറിയാം. മാപ്പ്, എല്ലാവരോടും ഒരിക്കൽ കൂടി മാപ്പ്. വാസു, ഇത്രേ നിക്കടാ. നീ ഇവിടെ വന്ന് നിന്റെ കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞപ്പോ തന്നെ നിന്റെ മനസ്സ് മാറി. നീ ഞങ്ങളുടെ മകനായി. ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവൻ ഞങ്ങൾ മറന്നു കഴിഞ്ഞു. അല്ലെങ്കിലും അച്ഛനമ്മമാരോട് മക്കൾ എത്ര തെറ്റ് ചെയ്താലും പൊറുക്കാൻ കഴിയുന്നത് അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്.
മക്കൾ അവരെ എത്ര തള്ളി പറഞ്ഞാലും അച്ഛനും അമ്മയ്ക്കും ഉള്ള ക്ഷമ ഈ ഭൂമിയിൽ ആർക്കും കാണില്ല. കാരണം മക്കളെ 10 മാസം അമ്മ വയറ്റി ചുമക്കുമ്പോ ജീവിതകാലം മുഴുവൻ അച്ഛൻ മനസ്സിലാ അവരെ ചുമക്കുന്നത്. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാൻ ചോര നീരാക്കി അവർക്ക് വേണ്ടി ജീവിതത്തിന്റെ 3/4 ഭാഗവും ചെലവാക്കുന്നയാളാ അച്ഛൻ. മക്കളുടെ കണ്ണൊന്ന് നിറയുമ്പോ മനസ്സ് പടയ്ക്കുന്നവരാ അമ്മമാര്. അത് മക്കളായ നിങ്ങൾ ഓർക്കണം. ഇനി നീ ഒരിടത്തും പോവണ്ട. ഞങ്ങളോടൊപ്പം എന്നും ഞങ്ങളുടെ കണ്ണടയുന്നത് വരെ ഞങ്ങളോടൊപ്പം വേണം. നിന്നെയും സുചിത്രയെയും ഗോകുലിനെയും ഞാൻ ഒരിടത്തും വിടില്ല. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ എല്ലാരും വിശ്വസിച്ചു. എല്ലാവർക്കും സന്തോഷായില്ലേ? മാനത്തെ കൊട്ടാ